മിന്നൽ വളയിൽ ഇത്രയും ഒരു ഫ്രഷ്നെസ് തോന്നാൻ കാരണം ഇസ് ബിക്കോസ് ഭയങ്കര വിൻറ്റേജ് ഫീൽസും കൂടിയുള്ള ഒരു പാട്ടാണ്. കുറേ പേര് എന്നോട് വന്ന് പറഞ്ഞത് എവിടേക്കോ അവർ പണ്ട് എൻജോയ് ചെയ്തിരുന്ന ഒരു പാട്ടിന്റെ ഒരു ഫീൽ അവർക്ക് പെട്ടെന്ന് തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു മിന്നൽ വള കേട്ടപ്പോൾ. നരിവേട്ട ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്, ഭയങ്കര നെസസറി ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമകളിൽ നമുക്കൊരു ഭാഗമാവാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എനിക്ക് ആദ്യം ഈ മമ്മൂക്കയാണ് എനിക്ക് പറഞ്ഞിരുന്നത്, ഇങ്ങനെ ഒരു ഡയലോഗ് പറയുമ്പോൾ നമ്മൾ എവിടെ കുറച്ചും കൂടി സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡയലോഗിന്റെ ത്രോ തന്നെ മാറും. അപ്പോൾ ഞാനിങ്ങനെ ഇതെനിക്ക് മമ്മൂക്കയാണ് പറഞ്ഞിരുന്നത്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ലെജൻഡായ മമ്മൂക്ക. സോ അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. വിലായത്ത് ബുദ്ധ എന്താ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, നമ്മൾ മോർ ദാൻ എ ഡ്രീം കം ട്രൂ. പ്രിയംവദ നമ്മുടെ കൂടെ. ഹായ് പ്രിയംവദ. നല്ല രസമുള്ള പേരാ. നമ്മൾ കഥകളിലൊക്കെ ഈ പേര് കേൾക്കാറുള്ളൂ. അതെ അതെ. ഈ പേര് എങ്ങനെ ഇട്ട് ചോദിച്ചിട്ടുണ്ടോ? അച്ഛൻ്റെ ഐഡിയ ആണ് പ്രിയംവദ എന്ന് പേരിടാൻ. എന്നെ വീട്ടിൽ വിളിക്കുന്നത് ചാരു എന്നാണ്. എന്റെ അമ്മ ബംഗാളി ആയതുകൊണ്ട് ചാരുലത ഭയങ്കര അവിടെ പ്രോമിനന്റ് ആയിട്ടുള്ള പേരാണ്. ബട്ട് ഇവിടെ എന്റെ ഒഫീഷ്യൽ നെയിം പ്രിയംവദ ആണ്. കളീഗ്സ് ഒക്കെ വിളിക്കുന്നതോ പ്രിയംവദ ആണല്ലേ? ഇപ്പൊ നരിവേട്ടയിൽ മിന്നൽവള ഇറങ്ങിയപ്പം മിന്നൽവളയിലെ പാട്ട് കണ്ടു, മിന്നൽവള കണ്ടു, പിന്നെ സിനിമ സംശയം കണ്ടു. രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലുക്കാണ്. മിന്നൽവളയിൽ ഭയങ്കര ഒരു നാടൻ, പക്ഷെ സംശയത്തിലേക്ക് വരുമ്പോ വേറെ തന്നെ ഒരു അറ്റയറും. എങ്ങനെ പിടിച്ചേ? ആക്ച്വലി ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ആസ് എൻ ആക്ടർ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ തമ്മിൽ ഈ ലുക്ക് വൈസ് ആണെങ്കിലും അത്രത്തോളം ഡിഫറെൻ്റ് ആണ് ആൾക്കാർക്ക് തോന്നുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറ്. സോ എന്താണ് സംശയത്തിൻ്റെ ആ ഒരു ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടും നരിവേട്ടയുടെ ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് എന്തൊക്കെ ചേരും എന്ന് ഞാൻ അറിയുന്നത് തന്നെ പലതരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ്. അതൊക്കെ ട്രൈ ചെയ്തപ്പോൾ കൂടിയാണ്. അതെ അതെ അതെ. സംശയത്തിൽ ആ കോഡ് സെറ്റ് പോലെയാണല്ലോ എല്ലാം. എനിക്ക് തോന്നുന്നു മിക്ക ഷോട്ടിലും ഏകദേശം ഒരേ പാറ്റേൺ വരുന്ന ഒരു യൂണിഫോമിറ്റി ഉണ്ട്. ബട്ട് ഭയങ്കര രസമായിട്ടാണ്. വീണ ആയിരുന്നു എൻ്റെ സ്റ്റൈലിസ്റ്റ്. സൂപ്പർബായിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ആ കളേഴ്സ് ആണെങ്കിലും എന്തൊക്കെ സീനിൽ എന്തൊക്കെ കളേഴ്സ് വേണം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെവിടെ നിന്ന് അതൊക്കെ എടുത്ത്? ഐ തിങ്ക് കാലിക്കറ്റ് തലശ്ശേരി ഏതൊരു ബുട്ടിക്കാണ് ചെയ്തു തന്നത്. ഓക്കെ. അങ്ങനെ ഈ മിന്നൽവളയിലേക്ക് ഒരു നാടൻ ലുക്ക് പരീക്ഷിക്കുന്ന ആദ്യമായിട്ടാണോ? അത്രയും നാടനാവുന്നത് ഞാൻ ആദ്യമായിട്ടാണ് സംശയത്തിലുള്ള ടൈപ്പ് ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നാടനാണ്, പക്ഷെ മിന്നൽവള വരുമ്പോൾ നമ്മൾ ഒരു 80s കാണുന്ന ഒരു അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കുന്നത്. ഞാൻ മുമ്പ് ചെയ്തത് മോസ്റ്റ്ലി നാടൻ ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഇപ്പൊ തൊട്ടപ്പനിൽ ഞാൻ ചെയ്ത സാറക്കൊച്ചാണെങ്കിലും റൊഷാക്കിൽ അമ്മു, തട്ടശ്ശേരി, മിക്കതും ഞാൻ നാടൻ ക്യാരക്ടേഴ്സിനെ ചെയ്തിട്ടുള്ളൂ. സംശയമാണ് ഞാൻ ആദ്യമായിട്ട് വേറൊരു ചെയ്യുന്നത്. ബട്ട് മിന്നൽ വളയിൽ ഇത്രയും ഒരു ഫ്രഷ്നെസ് തോന്നാൻ കാരണം ഇസ് ബിക്കോസ് ഭയങ്കര വിൻറ്റേജ് ഫീൽസും കൂടിയുള്ള ഒരു പാട്ടാണ്. കുറേ പേര് എന്നോട് വന്ന് പറഞ്ഞത് എവിടേക്കോ അവർ പണ്ട് എൻജോയ് ചെയ്തിരുന്ന ഒരു പാട്ടിന്റെ ഒരു ഫീൽ അവർക്ക് പെട്ടെന്ന് തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു മിന്നൽ വള കേട്ടപ്പോൾ. ആൻഡ് ആ ഒരു ലേറ്റ് 1980s ഏർലി 1990s ആ ഒരു കാലഘട്ടത്തിലുള്ള പാട്ടുകൾ. സോ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കാരണം ഞാനും കണ്ടു വളർന്ന മൂവീസ് ആ സമയത്തെ മൂവീസാണ്. അപ്പത്തെ എവർഗ്രീൻ പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ അപ്പത്തെ ആ ഒരു കാലഘട്ടത്തെ പാട്ടുകളാണ്. സോ അത് ഈ മിന്നൽവള കേട്ടപ്പോൾ അവർക്ക് ആ ഒരു നൊസ്റ്റാൾജി അടിച്ചു. പിന്നെ ഇപ്പൊ ഇങ്ങനത്തെ പാട്ടുകൾ ഭയങ്കര റെയറാണ്. ആൻഡ് കൈതപ്പുറം സാറിന്റെ ലിറിക്സ് ആണ്. അതെ, ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് ചെയ്തത്. സിദ് ശ്രീറാമിന്റെ വോയിസ്, താര ചേച്ചിയുടെ വോയിസ്. ബ്രില്യൻറ്റ് ടീം വന്ന് ഒരു പാട്ട് ചെയ്തു. അതിലെനിക്ക് ആ പാട്ടിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി. ഐ വാസ് സോ ഹാപ്പി. അതിൽ പ്ലേ ചെയ്യാന്നുള്ളത്, അതായത് ഈ ധാവണയ്ക്ക് കൊടുത്ത് അറ്റേറിന്റെ ഒരു സൈഡ് നോക്കി അങ്ങനെ, അല്ലാതെ ഇപ്പുറത്തേക്ക് വന്നാൽ തന്നെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ട് ഹിറ്റ് ആവുക വളരെ റയർ ആയിട്ട് ഇപ്പൊ നായികമാർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അത് ഇറങ്ങിയിട്ട് അതിന്റെ ഒരു റിസപ്ഷൻ, അതിന്റെ ഒരു ഫീൽ എങ്ങനെയാ? എനിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ ചെയ്തൊരു പാട്ട് ഇത്രയും ഹിറ്റ് ആവുന്നത്. ഇപ്പൊ ഞാൻ എവിടെ പോയാലും മിന്നൽ വള ഞാൻ കേട്ടിരിക്കും. ഇപ്പൊ ഞാൻ ഏത് വണ്ടിയിൽ കയറിയാലോ, ക്യാബ്സ് ഓർ 2 days ബാക്ക് ഞാൻ മുടി വെട്ടാൻ പോയി, അവിടെയും മിന്നൽ വളയെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന എവറി ഡേ ഐ കൻ ഹിയർ മിന്നൽ വള എവിടെയെങ്കിലും. ആൻഡ് എത്ര റീൽസ് ആണെന്ന് പറയാം. ആൾക്കാർ എന്ത് രസമായിട്ടാ ചെയ്തിട്ട് തന്നെ ടാഗ് ചെയ്യണം. എന്നും കുറെ ആൾക്കാർ എഫേർട്ട് ഇട്ട് ഈ പാട്ടിനോടുള്ള ഇഷ്ടം കാരണം റീൽസ് ഉണ്ടാക്കുന്ന കാണുന്നു. കുറെ പേര് ഇത് പാടുന്നു, റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു.
ആൻഡ് ആ രീതിയിൽ സ്പെഷ്യലാണ് ഭയങ്കര സ്പെഷ്യൽ, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ ഞാൻ കാണുന്നത്. ഈ നരിവേട്ടയിലെ കഥാപാത്രത്തിലേക്ക് വന്നാൽ എന്താ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി, എങ്ങനെയാണ്? നരിവേട്ട ആസ് എ മൂവി, ഇപ്പൊ ഞാൻ നരിവേട്ടയിൽ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ, ഞാനിത് തിയേറ്ററിൽ ജസ്റ്റ് ആസ് എൻ ഓഡിയൻസ് ആണ് നരിവേട്ട കാണുന്നിരുന്നെങ്കിൽ, എനിക്ക് ശരിക്കും തോന്നിയത് ആസ് എൻ ആക്ടർ ലൈക്ക് ഇതുപോലത്തെ ഒരു പടത്തിൽ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ബിക്കോസ് നരിവേട്ട ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്, ഭയങ്കര നെസസറി ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമകളിൽ നമുക്കൊരു ഭാഗമാവാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ അനുരാജ് മനോഹർ, ഡയറക്ടർ അനുരാജ് ഏട്ടൻ വിളിച്ചപ്പോൾ ഈ കഥ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആസ് എൻ ഓഡിയൻസ് ആൻഡ് ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുമായിരുന്നു ഈ പടത്തിൽ ഞാൻ ഇല്ലായിരുന്നെങ്കിലും ഇതിലൊരു കഥാപാത്രം ചെയ്തിരുന്നെങ്കിൽ. ബിക്കോസ് ഇങ്ങനത്തെ മൂവീസ് വിൽ ഗോ ഡൗൺ ഇൻ ഹിസ്റ്ററി. സോ ടു ബി എ പാർട്ട് ഓഫ് ഇങ്ങനത്തെ മൂവീസ് ഇസ് എ ബിഗ് തിങ്. ആൻഡ് ബ്യൂട്ടിഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്, ഇമ്മെൻസ്ലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ കുറച്ച് ദിവസം ചിലവഴിക്കുന്നു, വർക്ക് ചെയ്യുന്നു, ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഈ തുടക്കം മുതൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ? ഇപ്പോൾ റോഷാക്കിൽ ഓഫ് കോഴ്സ് മമ്മൂട്ടി, തുടക്കത്തിൽ തന്നെ വിനായകന്റെ കൂടെ ഇന്ദ്രൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇപ്പം ടൊവിനോയുടെ കൂടെ ഒരു സ്റ്റാറിന്റെ കൂടെ. അപ്പം എന്താ ഒരു ഇവരിൽ നിന്നൊക്കെ ഒരു ടേക്ക് അവേ പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ലേണിംഗ് എന്തായിരിക്കും? എനിക്ക് ആക്ച്വലി ഓരോ മൂവീസിൽ ഫ്രം ഓരോ ആക്ടേഴ്സ് ആൻഡ് ഫ്രം ഓരോ ഡയറക്ടേഴ്സ് ഡിഫറെൻറ്റ് ടേക്ക് അവേസ് ആണ്. സോ കമ്മിങ് ടു നരിവേട്ട, ടൊവിനോ ആസ് എൻ ആക്ടർ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ഫോർ മീ. എനിക്ക് എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലിയിൽ മൂവീസിൽ ആരുമില്ല, ആൻഡ് എനിക്ക് സിനിമ ആണ് എൻ്റെ ആഗ്രഹം എന്ന് ഞാൻ റിയലൈസ് ചെയ്തപ്പോൾ സിനിമ വേറെ തന്നെ ഒരു ലോകം പോലെയാണ് എനിക്ക് പുറത്തുനിന്ന് തോന്നിയത്. ഇതിൽ എങ്ങനെ എത്തിപ്പെടും ഒരു ഐഡിയ ഇല്ല. ആൻഡ് ടൊവിനോ ഇസ് ഓൾസോ എൻ ആക്ടർ. ആളും ലൈക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ ടൊവിനോന്റെ ഒരു ഇപ്പോഴത്തെ ഒരു എന്താ പറയുക പെർഫോമൻസസും ആള് ചെയ്യുന്ന കഥാപാത്രങ്ങളും ആസ് എൻ ആക്ടർ ആളുടെ ഒരു പൊസിഷൻ കാണുമ്പോൾ നമുക്ക് അതൊരു പോസിബിലിറ്റി ആണ് എന്ന് തോന്നും. അതായത് ശരിക്കും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നടക്കുമായിരിക്കും എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അതാണ് ടൊവിനോന്റെ ടേക്ക് അവേ ഉണ്ടായത്. ആൻഡ് ഹൗ ടു ബി സോ ഹംബിൾ, അത് എനിക്ക് ഇന്ദ്രൻ ചേട്ടനും ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഇത്രത്തോളം ഹംബിൾ ആവാം, ഹീസ് എ ലെജൻഡ്, എന്നിട്ടും ഹീസ് സോ ഹംബിൾ. അങ്ങനത്തെ കുറേ നല്ല നല്ല ടേക്ക് അവേസ് നമ്മൾ ഇവരുടെ കൂടെ എന്താ പറയുക വർക്ക് ചെയ്യുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് വേറെ ഏതെങ്കിലും ഒരു ഫിലിം ആക്ടിങ് പുസ്തകത്തിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ചിലപ്പോൾ കിട്ടില്ല. അതുപോലെ റോഷാക്കിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഒരു മെമ്മറി എന്താ? ഓ മൈ ഗോഡ്, റോഷാക്ക് എന്താണ്, ഞാൻ മമ്മൂക്കേൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്ന ആ ഫ്യൂ മൊമെന്റ്സ് എൻ്റെ ബെസ്റ്റ് മെമ്മറീസിൽ ഒന്നായിരിക്കും. ബിക്കോസ് നമ്മൾ ചെറുപ്പം തൊട്ട് ലാലേട്ടനും മമ്മൂക്കയുടെ നിറയെ മൂവീസ് കണ്ടു വളർന്ന ആൾക്കാരാണ്. അപ്പോഴൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വൺ ഡേ ഇൻ ദ ഫ്യൂച്ചർ ഐ വിൽ ഷെയർ എ സ്ക്രീൻ വിത്ത് ദം. അപ്പോൾ അത് എന്താ പറയുക, അങ്ങനത്തെ ഒക്കെ നമ്മൾ സ്വപ്നം കാണാത്തത് പോലും നടന്നു കിട്ടിയ പോലെയായിരുന്നു എനിക്ക് റോഷാക്ക്. ആൻഡ് ഭയങ്കര രസമുള്ളൊരു ഫിലിമാണ്. ആൻഡ് ഞാൻ പേഴ്സണലി കാണാൻ ആഗ്രഹിക്കുന്ന തരം ഒരു സിനിമയാണ് റോഷാക്ക്. സോ അതെനിക്ക് ഭയങ്കര രസമായിരുന്നു. ലൈക്ക് സ്പെഷ്യലി സ്പെൻഡിങ് സം ടൈം വിത്ത് മമ്മൂക്ക ഹാസ് ബിൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ ആക്ട് ചെയ്യുമ്പോഴേ എന്തെങ്കിലും പാസിഫിലേക്ക് പറഞ്ഞിട്ടുണ്ട്, ഡയലോഗ് ഡെലിവറി ഒന്ന് കൺട്രോൾ ചെയ്തൂടെന്ന് ചോദിച്ചിട്ട് അതിന് പലതും പറഞ്ഞിട്ടുണ്ട്. കാരണം റോഷാക്ക് സിംഗ് സൗണ്ട് ആണ്, നമ്മളിത് പോയി ഡബിൽ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു അതാണ് ഫൈനലി ആൾക്കാർ ഇത് കേൾക്കുള്ളൂ. സോ അവിടെ അവിടെ തെറ്റുകൾ വരുത്താനുള്ള ഒരു ലിബർട്ടി അവിടെ ഇല്ല. സോ മമ്മൂക്ക ഇസ് വെരി എന്താ പറയാ, എനിക്ക് ആദ്യം ഈ മമ്മൂക്കയാണ് എനിക്ക് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു ഡയലോഗ് പറയുമ്പോൾ നമ്മൾ എവിടെ കുറച്ചും കൂടി സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡയലോഗിന്റെ ത്രോ തന്നെ മാറും. അപ്പോൾ ഞാനിങ്ങനെ ഇതെനിക്ക് മമ്മൂക്കയാണ് പറഞ്ഞിരുന്നത്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ലെജൻഡായ മമ്മൂക്ക. സോ അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വിലായത്ത് ബുദ്ധ ചെയ്യുന്നുണ്ടല്ലോ, അത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. പല പല കാരണങ്ങൾ കൊണ്ട് എന്താ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്താ? വിലായത്ത് ബുദ്ധ എന്താ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, നമ്മൾ
മോർ ദാൻ എ ഡ്രീം കം ട്രൂ. ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ല കേട്ടോ വിലായത്ത് ബുദ്ധയിൽ എനിക്ക് കിട്ടിയ കഥാപാത്രം. അങ്ങനത്തെ ഒരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഒരു സംവിധായകൻ എന്നെ നോട്ടീസ് ചെയ്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഞാൻ ഇപ്പൊന്നും ഞാനത് പ്രതീക്ഷിച്ചിട്ടും കൂടിയില്ല. ആ സമയത്താണ് എനിക്ക് വിലായത്ത് ബുദ്ധ വരുന്നത്. അതൊരു വളരെ ഫേമസ് ആയുള്ളൊരു ഷോർട്ട് സ്റ്റോറി നോവലാണ് GR ഇന്ദുഗോപൻ സാറിൻ്റെ. അപ്പോൾ ബുക്കും വായിച്ചു, സ്ക്രിപ്റ്റും വായിച്ചപ്പോൾ എനിക്കിങ്ങനെ ഇത് ഒന്നും കൂടി വായിക്കണോ, കാരണം ഇതെങ്ങാനും ഞാനല്ലായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാവും. ബട്ട് അതൊരു ബ്യൂട്ടിഫുൾ ജേർണിയാണ്. അത് കുറച്ച് ലോങ് ജേർണി ആയിരുന്നു. ഇപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞു ആൻഡ് ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നില്ല ലൈഫിൽ ഞാൻ ഒന്നിനും അത്രയ്ക്കും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആസ് എൻ ആക്ടർ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ലയോ എന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. എൻ്റെ ഒരു കംഫർട്ട് സോൺ കുറേ രീതിക്ക് ഞാൻ ബ്രേക്ക് ചെയ്ത ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് എന്നെ ആസ് എൻ ആക്ടർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി എന്താ പറയാ, ഈ വിലായത്ത് ബുദ്ധ ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വേറൊരു ക്യാരക്ടർ വന്നാൽ കുറച്ചും കൂടി എനിക്കൊരു ഇൻഹിബിഷനോ പേടിയോ എന്തെങ്കിലും ഉണ്ടാവും. ബട്ട് ഡൂയിങ് ദാറ്റ് മൂവി എനിക്ക് ഇൻഹിബിഷൻസും പിന്നെ കുറച്ച് സെൽഫ് ഡൗട്ട്സും കുറേ കാര്യങ്ങൾ എനിക്ക് വേറൊരു പെർസ്പെക്റ്റീവ് കിട്ടി. അത് ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ്. അവിടെയും വേറൊരു സ്റ്റാർ പൃഥ്വിരാജിന്റെ കൂടെയാണ്. അതെ. അവിടുന്ന് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എന്തായിരിക്കും? സോ രാജുവേട്ടൻ്റെ എൻ്റെ മെയിൻ ടേക്ക് അവേ ഇസ് നമുക്ക് എത്രത്തോളം നോളജബിൾ ആവാൻ പറ്റും അത്രത്തോളം ആവുക. അതെ. ഞാൻ പഠിച്ചത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എനിക്ക് സിനിമ തന്നെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ നമ്മൾ ആസ് എൻ ആക്ടർ നമ്മൾ കൂടുതലും ആക്ടിങ്ങിൽ നമുക്ക് എത്രത്തോളം നോളജ് കൂട്ടാൻ പറ്റും മാത്രമല്ല നമ്മൾ നോക്കുന്നുള്ളൂ. ബട്ട് രാജുവേട്ടനായിട്ട് വർക്ക് ചെയ്തപ്പോൾ സിനിമ ആസ് എ ഹോൾ നമ്മൾ മൊത്തത്തിൽ എത്രത്തോളം നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണയും നോളജും ഉണ്ടാവും. രാജുവേട്ടൻ്റെ നോളജ് ഇസ് ഇൻസെയിൻ. അതെനിക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. ആൻഡ് അത് ആള് മേക്ക് ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്ന മൂവീസിൽ വരെ കാണാൻ പറ്റും. അത്രയും നോളജബിൾ അല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ അത്രയും മൂവീസ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എനിക്കത് ഭയങ്കര ടേക്ക് അവേ ആണ്. ആൻഡ് എത്ര തിരക്കുവാണെങ്കിലും ഹി സോ പ്രിപ്പയർഡ്. ഞാൻ ഇന്നേ വരെ ഒന്നും ഒരു ഡയലോഗ് പോലും തെറ്റിക്കണ കേട്ടിട്ടില്ല. അത്രയും ഫോട്ടോഗ്രാഫിക് മെമ്മറി ആൻഡ് അത്രയും പ്രിപ്പയർഡ് ആവുക ആൻഡ് അത്രയും നോളജബിൾ ആവുക. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്, കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് രസമായിട്ട് തോന്നിയത് ഇപ്പൊ രഘുനാഥ് പലേരി സാറിന്റെ സ്ക്രിപ്റ്റിൽ സിനിമ ചെയ്യുക. പുള്ളി നമുക്കറിയാം ഒരു സ്റ്റോറി ടെല്ലർ, ഒരു നറേഷനിലെ ഒരു കിങ് ആണെന്ന് പറയാം. ഭയങ്കര രസമായിട്ട് കഥകളൊക്കെ പറയും. അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ? രഘുനാഥ് പലേരി സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തൊട്ടപ്പന്റെ ഷൂട്ടിലാണ്. സാർ അതിലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സാറിന്റെ ആദ്യത്തെ ആക്ടിങ് തൊട്ടപ്പനാണ്. ആദ്യത്തെ സീൻ എൻ്റെ കൂടെ ആയിരുന്നു. രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചു ദിവസം മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തൊട്ടപ്പന്റെ ഷൂട്ട്. ആക്ടിങ്ങിൽ സീനിയറാ. അപ്പൊ പലേരി സാർ വന്നിട്ട് ശരിക്കും പറഞ്ഞ ആക്ടിങ്ങില് കുട്ടി എന്റെ സീനിയർ ആണോന്ന് അനുഗ്രഹിച്ചാലും ഇങ്ങനെ അനുഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പലേരി സാറിനെ പോലത്തെ ഒരു പേഴ്സണാലിറ്റി ഇതുവരെ കണ്ടിട്ടില്ല. ഹാപ്പിനെസ് മാത്രം നിറഞ്ഞു നിൽക്കുന്ന, അല്ലേ? എന്ത് വിഷമമുണ്ടെങ്കിലും ഒരു 2 മിനിറ്റ് പലേരി സാറിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ജീവിതത്തിലുള്ള ലോകത്തുള്ളൂ. ആൻഡ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ മൂവീസ് ലൈക്ക് മേലെ പറമ്പിൽ ആൺവീട്, അല്ലെങ്കിൽ പൊന്മുട്ടിടുന്ന താറാവ്, വാനപ്രസ്ഥം, മൈ ഡിയർ കുട്ടിച്ചാത്തൻ, അങ്ങനത്തെ നമ്മൾ എന്താ പറയുക, ഇപ്പോഴും നമ്മൾ ആ സിനിമകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ സിനിമകളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കാണുമ്പോഴും ഒരിക്കലും വിചാരിച്ചില്ല ഇത് എഴുതിയ റൈറ്റർ സൃഷ്ടിക്കുന്ന വേറൊരു കഥാപാത്രം ഇൻ ഫ്യൂച്ചർ അത് ഞാൻ ചെയ്യും എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല. സോ എനിക്ക് ഒരു കട്ടിലൊരു മുറി ഭയങ്കര സ്പെഷ്യലായിരുന്നു ആ കാര്യത്തിൽ. ഞാൻ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു റൈറ്റർ സൃഷ്ടിച്ചെടുത്തൊരു കഥാപാത്രത്തെ നമുക്ക് തരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ആൻഡ് പലേരി സാർ എന്നും സെറ്റിലുണ്ടാവും, എന്നും. സോ അത് ഭയങ്കര എക്സ്പീരിയൻസാ. ഓക്കെ. ഇപ്പം സംശയം ഇറങ്ങി, ഈ പറഞ്ഞ പോലെ സംശയത്തിലേക്ക് വരുമ്പോൾ കുറെ ഇമോഷണൽ സീക്വൻസുകളുണ്ട്. ഒരു പർട്ടിക്കുലർ മൊമെന്റ് കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് വേറെയൊക്കെയാണ്. അപ്പം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ കഥാപാത്രം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ മാക്സിമം പുഷ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ വരിക എന്നുള്ളതാണോ? അതിനുള്ളൊരു പ്രിപ്പറേഷൻ എങ്ങനെയാ, എന്താ ചെയ്യുന്നത്? എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മുമ്പേ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവും, ഒരു ധാരണ ഉണ്ടാവില്ല ഇതാണ് ഈ ക്യാരക്ടറിന്റെ ഒരു ഇമോഷണൽ ജേർണി. സോ അത് വായിക്കുമ്പോഴേ
നമ്മൾ ശരിക്കും ഫീൽ ചെയ്തിട്ട് തന്നെയാണ് വായിക്കുക. പിന്നെ ഡയറക്ടർക്ക് അത്രയും തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ട്, എന്താണ് ആൾക്ക് ഈ ക്യാരക്ടറിൻ്റെ കയ്യിൽ നിന്ന് വേണ്ടത്. സോ അത്രയും ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഹാഫ് വർക്ക് അവിടെ തന്നെ കഴിഞ്ഞു. പിന്നെ ആൾക്ക് എന്താ വേണ്ടത് നമ്മുടെ നിന്ന് എടുത്തോളും. ബട്ട് എനിക്കൊരിക്കലും അങ്ങനെ ഒരു ഇമോഷണൽ ക്യാരക്ടറോ ഇമോഷണൽ സീൻ ചെയ്യുന്നത് കൊണ്ട് അന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യുക അങ്ങനെ എനിക്ക് അറിയില്ല ഇത്. ബട്ട് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം പണിയെടുക്കും. ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ക്യാരക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൊട്ടപ്പനിൽ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ആൻഡ് തൊട്ടപ്പന് മുന്നേ ഞാൻ ഒരിക്കലും ഒരു മൂവി സെറ്റ് കണ്ടിട്ടില്ല പ്രോപ്പർലി. ഫസ്റ്റ് ടൈം ഒരു സിനിമ സെറ്റ് കാണുന്നത് ഞാൻ തൊട്ടപ്പൻ ഷൂട്ടിംഗ് ഇല്ല. അങ്ങനെ ഞാൻ കണ്ടതായി എനിക്ക് ദൂരേന്ന് കണ്ടിട്ടുണ്ടാവും, പക്ഷെ അല്ലാണ്ട് അവിടെ ചെന്ന് കണ്ടിട്ടില്ല. ആൻഡ് അതിലെൻ്റെ ക്യാരക്ടർ വഞ്ചി തുഴയുന്നുണ്ട്, കക്ക വാരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ നോർമൽ എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് പരിചയമുള്ള ആരും പ്രോപ്പറായിട്ട് കക്ക വരുന്ന എനിക്ക് ആരും അറിയില്ല, പ്രോപ്പറായിട്ട് വഞ്ചി തുഴയുന്ന ആൾക്കാർ എനിക്ക് ഡെയിലി ലൈഫിൽ അറിയില്ല. എൻ്റെ അവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ വാട്ടർ ബോഡീസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി സ്ക്രീനിൽ കാണുമ്പോൾ ആദ്യമായിട്ട് വഞ്ചി തുഴയുന്ന ഒരാളെ പോലെ ആയിരിക്കരുത് എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഫോർട്ട് കൊച്ചി പള്ളുരുത്തിയിലൊരു ചേച്ചി, അനിത ചേച്ചി, ആ ചേച്ചിയും തൊട്ടപ്പള്ളി ചെറിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ വീട്ടിൽ പോയി താമസിച്ചു കുറച്ച് ദിവസം. ബട്ട് ഗസ്റ്റ് ആയിട്ടല്ല, അവരിൽ ഒരാളായിട്ട്. വൈകുന്നേരം ആകുമ്പോൾ കുട്ടികൾ പഠിക്കുമ്പോൾ അവരെ പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, അവരുടെ കൂടെ തന്നെ നമ്മൾ നിലത്ത് പായൊക്കെ വിരിച്ച് കിടന്നുറങ്ങുന്നു. ഭയങ്കര രസമായിരുന്നു. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ഈ ക്യാരക്ടറിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജേർണി ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. ആൻഡ് ഞാൻ കുറച്ചധികം ദിവസം അവർ വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് എന്നും നമ്മളിങ്ങനെ വഞ്ചിയൊക്കെ തുഴയാൻ പോവും. വഞ്ചി തുഴഞ്ഞ് മീൻ ഒക്കെ പിടിച്ചിട്ട് അത് ലഞ്ചിന് നമ്മള് രസമായിരുന്നു. രാത്രി ഉറങ്ങുന്നൊക്കെ അവിടെ കുറച്ച് ദിവസം. ആൻഡ് ഞാൻ പക്ഷെ ഫോർട്ട് കൊച്ചിയിൽ ഐ തിങ്ക് ഒരു 2-3 months ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ആ സമയത്ത് സ്ലാങ്ങും എല്ലാം ഒന്നും ഇതാവാൻ വേണ്ടി. പിന്നെ ഇപ്പോൾ വിലായത്ത് ബുദ്ധയുടെ കാര്യം പറയുമ്പോഴും ഞാൻ താമസിക്കുന്ന ടെറൈൻ വളരെ ഡിഫറെൻ്റ് ആണ് ദെൻ ആ പടം നടക്കുന്ന ഒരു ജോഗ്രഫി എവ്രിതിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങണതിൻ്റെ ഒരു 10-11 days മുന്നേ ലൊക്കേഷനിൽ മറയൂർ പോയി താമസിച്ചു. അവിടെ ഒരു ടൈലറിംഗ് ഷോപ്പ് കണ്ടുപിടിച്ച്, ബിക്കോസ് ടൈലറിംഗ് ഷോപ്പ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ വിമൻ ലേഡീസ് വരുന്ന ഒരു പ്ലേസ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ നമുക്ക് ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റുന്നതും ചിലപ്പോൾ അവിടെ ആയിരിക്കും. അപ്പൊ എന്നും രാവിലെ പോയി അവിടെ ഇരിക്കും, എല്ലാവരോടും സംസാരിക്കും. അവിടുത്തെ എല്ലാവരും അറിയാം, എല്ലാവരും നമ്മുടെ നാട്ടുകാരെ പോലെയാ. അപ്പൊ അത് ആ ക്യാരക്ടറിലേക്കുള്ള പ്രിപ്പറേഷൻ ഇതിപ്പം അവർ പറഞ്ഞിട്ട് ചെയ്താണോ? അതെ. ഇങ്ങനത്തെ പ്രിപ്പറേഷൻസ് ഇപ്പൊ എനിക്ക് ആസ് എ ബിഗിനർ എനിക്ക് സ്വന്തമായി പോയി ചെയ്യാൻ ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ബട്ട് അത്രയും അടിപൊളി ടീം കൂടി ഉള്ളത് കൊണ്ടാണ് അവർ ഈ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത് തന്നെ. അപ്പൊ ഈ ടൈലറിംഗ് ഷോപ്പിൽ പോയിരിക്കുമ്പോൾ ആൾക്കാർ വരുമ്പോൾ വെറുതെ പരിചയപ്പെടാ, സംസാരിക്കാം. അവർക്കറിയാം എന്ത് പേർപ്പസിനാണ്. എനിക്ക് തുന്നാനും അറിയില്ല, ഒന്നും അറിയില്ല, വെറുതെ ഇരിക്കുക. പക്ഷെ അവർക്കറിയാം എന്തിനാണ് വരുന്നത്. അപ്പൊ അത് കാരണം അവർ ഭയങ്കര എന്നോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. കാരണം അവർക്കറിയാം നമ്മളിവിടെ വന്ന ആളോട് സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആൾക്ക് ഇവിടെ വന്നിരിക്കുന്നതിൽ ഒരു അർത്ഥമുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടുത്തെ ടൈലറിംഗ് ഷോപ്പ് ഓൺ ചെയ്യുന്ന ചേച്ചിയുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് കൂട്ടാനൊക്കെ ബസ് ഇറങ്ങുമ്പോ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, വാ മക്കളെ വീട്ടിൽ പോകും. അങ്ങനെ ഒരു എന്താ പറയാ ഭയങ്കര പരിചയക്കാരായി അവിടെ. ഞാൻ ആദ്യമായിട്ടാട്ടോ മറയൂർ പോണത് ഈ ഷൂട്ടിന്. ബട്ട് ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്തോ ആദ്യമായിട്ട് പോയൊരു സ്ഥലം പോലെ ആയിരുന്നില്ല. ബട്ട് അങ്ങനത്തെ എക്സ്പീരിയൻസസ് എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. വേറെ എന്താ ഷൂട്ടിംഗ് ഭയങ്കര രസമാണ്, കാരണം അത്ര ആഗ്രഹിച്ച് വന്നതാണ് സിനിമയിലേക്ക്. ബട്ട് ആ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ദിവസം ആ മുമ്പത്തെ ദിവസം വരെ ഈ ഒരു ലൈഫ് വേറെയാണല്ലോ, അത് ഭയങ്കര രസം. പലതരം ലൈഫ് ജീവിക്കാലോ. അത് കാരണം ആ തോട്ട് കാരണമാണ് എനിക്ക് കുറച്ചൊരു തീരുമാനം പോലെ തോന്നിയത് എനിക്ക് ആക്ടർ ആവണം. കാരണം ചെറുപ്പത്തിൽ ഓരോ ദിവസം ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് വേറെ വേറെ കാര്യങ്ങളാവണം. പെട്ടെന്ന് ഒരു ദിവസം ഡോക്ടറിനെ കണ്ടു, എനിക്ക് ഡോക്ടർ ആവണം. അടുത്ത ദിവസം സിനിമയിൽ ഒരു വക്കീൽ വാദിക്കുന്ന കേട്ടു, എനിക്ക് വക്കീലാവണം. ടീച്ചർ സ്കൂളിൽ പോയി തിരിച്ചു വന്ന് ഞാൻ മറ്റേ സാരി കൊടുത്ത് ടീച്ചർ കുട്ടി കളിക്കും, ടീച്ചർ ആവണം. പിന്നെ നെക്സ്റ്റ് എനിക്ക് ടൈലർ ആവണം, കുക്ക് ആവണം, എല്ലാം ആവണം. പിന്നെ ആലോചിച്ചു എല്ലാം ആവാൻ പറ്റിയ ആകെയുള്ള ഒരു കാര്യം സിനിമയിലാണ്, പിന്നെ അത് ചെയ്യാം. ഓക്കെ. ഞാൻ അമ്മ ബംഗാളിയാന്ന് പറഞ്ഞല്ലോ, അമ്മ ഡാൻസറാന്നും കൂടെ കേട്ടിട്ടുണ്ട്. അച്ഛനും അതുപോലെ
ആർട്ട് ലിറ്ററേച്ചർ? അതെ, അച്ഛൻ ബാങ്കിലായിരുന്നു, ബട്ട് അച്ഛൻ റൈറ്റിംഗ് ആണ് അച്ഛൻ്റെ പാഷൻ. അപ്പോൾ ഇപ്പൊ അച്ഛൻ ആദ്യം കഥകളിയുടെ ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തെയ്യം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിയോഗി ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇപ്പോ അടുത്ത പ്രൊജക്റ്റിലേക്ക് ഇങ്ങനെ റൈറ്റിംഗ് ആണ് അച്ഛന്റെ പാഷൻ. അപ്പം രണ്ടുപേരും ആ രീതി, ഒരാൾ ലിറ്ററേച്ചർ ആണ്, ഒരാൾ ആർട്ടാണ്. അപ്പം ഈ ഒരു അപ്ബ്രിങ്ങിങ്ങിലും ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത് തന്നെയായിരിക്കുമോ സിനിമയിലേക്കും? അതെ, ഐ തിങ്ക് സോ. കാരണം ചെറുപ്പം തൊട്ട് നമ്മള് രണ്ട് ആർട്ടിസ്റ്റിന്റെ കൂടെയാണ്, അവരാണ് എന്നെ വളർത്തുന്നത്. ആൻഡ് അമ്മ ഡാൻസിന് വേണ്ടി മാത്രമായി കേരളത്തിലേക്ക് വന്ന ഒരാളാണ്. ഭാഷ അറിയില്ല, ഇവിടെ ഒരാളെ അറിയില്ല. ഡാൻസിന് വേണ്ടിയിട്ടായിട്ട് കാൽക്കട്ടയിൽ നിന്ന്, ആ സമയത്ത് ഫോൺസ് ഇല്ല, ഒന്നുമില്ല, വന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്താണ്, ചെറുപ്പം തൊട്ട് ഞാൻ കാണുന്നത് ആർട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു എവിടെയൊക്കെ എനിക്കും ഒരു ആർട്ടിസ്റ്റ് ആവണം തോന്നിയതും അത് ആയിരിക്കണം. ആൻഡ് അച്ഛൻ റൈറ്ററാണ്. അപ്പം എനിക്ക് സിനിമ ചെയ്യണം, എനിക്കൊരു ആക്ടർ ആവണം, ഒരു ആർട്ടിസ്റ്റ് ആവണം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം അവർക്ക് എൻ്റെ ആ ഒരു അറിയാം, ഫീലിംഗ് മനസ്സിലാവുന്നുണ്ട്. സോ അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു ഈസി ഒരു ജേർണി ആവുമായിരിക്കും എന്ന്. എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഓഡിഷൻ കോൾ കണ്ട് എന്നോട് പറയുന്നത് എൻ്റെ അച്ഛനാണ്, ന്യൂസ് പേപ്പർ. അപ്പോൾ അത് ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡാണ്. യെസ്. അപ്പം അച്ഛനമ്മയുടെ സ്റ്റോറി എന്ന് പറയുമോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ കൊൽക്കത്തയിൽ നിന്ന് ഒരാള് ഡാൻസിന് വേണ്ടി കേരളത്തിൽ വരിക, പിന്നെ കേരളത്തിൽ സെറ്റിൽ ആവുക, അതെങ്ങനെയായിരുന്നു? അമ്മ അവിടെ ബോട്ടണി ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ്, എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ വേറെ ആരും ആർട്ടിസ്റ്റ്സ് അമ്മയുടെ മുമ്പ് ഉണ്ടായിരുന്നില്ല, എല്ലാവരും അക്കാഡമിഷ്യൻസ് ആയിരുന്നു. അപ്പൊ ആർട്ടിസ്റ്റോ ഡാൻസറോ അവർക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു കാര്യം. എന്നിട്ട് അമ്മ ശാന്തിനികേതനിൽ, അമ്മയുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ശാന്തിനികേതനിൽ അമ്മ ജോയിൻ ചെയ്തു ഡാൻസ് പഠിക്കാൻ. അവിടെ ഒരു മലയാളി സാർ ഉണ്ടായിരുന്നു, അമ്മയുടെ ഗുരു. അപ്പൊ ആളാണ് അമ്മനെ റെക്കഗ്നൈസ് ചെയ്ത് പറഞ്ഞത്, ഐ തിങ്ക് മോഹിനിയാട്ടമായിരിക്കും ബെസ്റ്റ്, പക്ഷെ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പോയി പഠിക്കണം. അപ്പോൾ മോഹിനിയാട്ടം കേരളത്തിന്റെ ആർട്ട് ഫോം ആണ്. അങ്ങനെയാണ് അമ്മ കേരള കലാമണ്ഡലത്തിലേക്ക് വരുന്നത്. ആൻഡ് ആ സമയത്ത് എൻ്റെ ഗ്രാൻഡ് പാരൻസ് സപ്പോർട്ടീവ് ആയിരുന്നു. അവരും റിയലൈസ് ചെയ്തു എത്രത്തോളം പാഷൻ ഉണ്ടെങ്കിലാണ് ഒരാള് നാടിന്റെ പുറകെ തന്നെ പോവാ. അപ്പൊ they were okay with it. അമ്മ ഇവിടെ വന്നു, ഇവിടെ വന്നിട്ടാണ് പിന്നെ അച്ഛനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഈ നമ്മൾ സാധാരണ പറയും മലയാളികളും ബംഗാളികളും ഈ രണ്ടുപേരുടെയും ഭാവം രണ്ടുപേരും ഇന്റലക്ച്വൽസ് ആണ്. അപ്പൊ അതിന്റെ വിഷയത്തിൽ എല്ലാത്തിലും നമ്മളാണ് കൂടുതൽ ഇന്റലക്ച്വൽസ് അല്ലെങ്കിൽ അവരാണ് കൂടുതൽ ആർട്ടിന് എന്നൊക്കെ പറഞ്ഞ് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ തർക്കം വീട്ടിലുണ്ടോ? ഇല്ല 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 ഇല്ല. രണ്ടുപേർക്കും രണ്ട് സ്ഥലവും ഭയങ്കര പ്രിയപ്പെട്ടത്. ഈ അമ്മയുടെ ഭാഷ, ബംഗാളി ഭാഷയും അവിടുത്തെ ആർട്ട് സിനിമകൾ അതൊക്കെ ആയിട്ട് പരിചയമുണ്ടോ? പിന്നെ നമ്മളിപ്പോഴും സിനിമയുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ സത്യജിത് റായ് സാറിന്റെ ഫിലിംസ് എന്തായാലും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ബംഗാളി മൂവീസ് ആണ്. ആൻഡ് ബംഗാളി ഫിലിം ഇസ് ഒരു ഹിസ്റ്ററി ഓഫ് ബംഗാളി ഫിലിംസ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ മൂവീസ് ആണ്. മോസ്റ്റ് ഓഫ് ദി മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭാഷ അറിയുന്നത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി കാണാനും അത് എളുപ്പമായിരുന്നു. അപ്പോൾ ബട്ട് ഐ എം വെരി ഗ്ലാഡ്. എനിക്ക് എന്താ പറയുക, രണ്ട് കൾച്ചേഴ്സിലേക്കും ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു കണക്ഷൻ ഉള്ളത് ഭയങ്കര രസമുള്ളൊരു. ബംഗാളി സിനിമകളിലെ ഇഷ്ടപ്പെട്ട ഡയറക്ടറെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിനിമ പറഞ്ഞാൽ ഏതായിരിക്കും? സിനിമ എനിക്ക് എന്താ പറയുക, ചാരുലത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു. എനിക്കത് ആ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്, ഒരു ലേഡിയുടെ ലോൺലിനെസ് മാത്രം വെച്ചിട്ടൊരു സിനിമയാക്കാന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് വൺ മൂവി ദാറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. എത്ര സിനിമകളാണ് ഇഷ്ടം, കാണാൻ ഇഷ്ടം? പണ്ട് ഐ തിങ്ക് എനിക്ക് കുറച്ചും കൂടി എനിക്ക് ചൂസ് ചെയ്യായിരുന്നു ഇന്ന തരം സിനിമകൾ. ബട്ട് ഇപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്, എല്ലാം തരം സിനിമകൾ കാണാൻ ട്രൈ ചെയ്യാറുണ്ട്. കാരണം എനിക്ക് എല്ലാം തരം സിനിമകളിൽ അഭിനയിച്ച് നോക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇപ്പൊ പ്രിഫേർഡ് ഇല്ല, എല്ലാം ഞാൻ കാണും. ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്താ? സത്യം പറഞ്ഞാൽ അങ്ങനെ ക്രൈറ്റീരിയ വെച്ച് സെലക്ട് ചെയ്യാൻ മാത്രം കണ്ടമാനം സ്ക്രിപ്റ്റ്സ് എൻ്റെ കയ്യിൽ വരുന്നില്ല. ബട്ട് എന്തോ ഒരു ഭാഗ്യം, വരുന്ന സിനിമകളും വരുന്ന കഥാപാത്രങ്ങളും ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ്. അപ്പം അത്രയും ഡിഫിക്കൽട്ടായിട്ട് ക്രൈറ്റീരിയ ചൂസിങ് ഒന്നും ഇല്ല.
പക്ഷെ നോ പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് സ്ക്രിപ്റ്റുകളോട്? ഒരുപാടൊന്നുമല്ല, 1-2 സിനിമകളോട് നമ്മൾ ഇപ്പോൾ നമുക്കെന്നെ തോന്നും ഇത് ബെറ്റർ വേറൊരാൾ ചെയ്യുന്നതായിരിക്കാം എന്നുള്ളൊരു. ഇപ്പം പലതരം സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നോ, എന്നാൽ പോലും നമ്മൾ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നാറുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇവിടെ പറയാം. എനിക്ക് എപ്പോഴെങ്കിലും ഒരു ബയോഗ്രഫി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് ഏറ്റവും എനിക്ക് പേഴ്സണലി തോന്നാറ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളത് ഒരു ബയോഗ്രഫി ചെയ്യുമ്പോഴാണ്. അതിനോട് നീതി പുലർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നെ നമുക്ക് വെറുതെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അതിന് അത്രയും തന്നെ പ്രിപ്പറേഷൻ വേണം, റീസെർച്ച് വേണം, പ്രിപ്പറേഷൻ വേണം, പ്രാക്ടീസ് വേണം. അത് എനിക്ക് ആരുടെയാണെന്നെങ്കിലും ഉണ്ടോ? ഇല്ല, പിന്നെ പറയാം. മേ ബി ഏതെങ്കിലും ഡാൻസർ, മേ ബി. ബട്ട് അതെപ്പോഴെങ്കിലും ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ഇപ്പം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് മറ്റേ പ്രിയരാമന്റെ കട്ട് തോന്നുന്നത് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, എന്നോട് ഓരോരുത്തരും കുറെ പേര് പറഞ്ഞല്ലേ, പക്ഷെ ഇങ്ങനെ നോക്കുമ്പോഴേ കണ്ണും ഓക്കെ. അപ്പൊ സോ നരിവേട്ട ഇറങ്ങാൻ പോവാണ്, സംശയം തിയേറ്ററിലുണ്ട്. അതെ, വിലായത്ത് ബുദ്ധയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വേറെ ഏതാ പ്രോജക്ട്സ് ഏതാ? വേറെ ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടില്ല. വിലായത്ത് ജസ്റ്റ് ഷൂട്ട് കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ. ആൻഡ് കമ്മിറ്റ് ചെയ്യുമ്പോൾ പറയാം. ബംഗാളി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ അടുത്ത് ഇറങ്ങിയ പ്രീ കോവിഡ് മൂവി ആയിരുന്നു, ബട്ട് ഈ ഫെബിൽ ഇറങ്ങിയ ഇടിമഴക്കാറ്റ്. അതിൽ എന്റെ ക്യാരക്ടർ ബംഗാളി മലയാളം രണ്ട് സംസാരിക്കുന്നു. ബട്ട് എനിക്ക് ഫുൾ ഫ്ലെജ്ഡ് ബംഗാളി സിനിമ ചെയ്യണം എന്ന് ആഗ്രഹം. അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടോ? ട്രൈ ചെയ്യാറുണ്ടോ? ചെയ്യണം എന്നുണ്ട്. ഓക്കെ. ഈ അച്ഛന്റെ എഴുത്ത് പറഞ്ഞല്ലോ, അപ്പൊ എഴുത്ത് വായന അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഓ, ഞാൻ വായന കാര്യമായിട്ടുണ്ടോ? കാര്യമായിട്ടുണ്ട്. ബുക്ക് സ്റ്റോറിൽ ബുക്ക് സ്റ്റോർ പോലെയാ. ആണോ? ഓക്കെ. സോ വായന ഒരു ശീലം പോലെയായി അത് വീട്ടില്. പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും ഒരു ഓത്തർ ഇഷ്ടപ്പെട്ടു എന്ന് അച്ഛൻ കണ്ടു കഴിഞ്ഞാല് അച്ഛൻ ആ ഓത്തറിന്റെ വേറെ ബുക്സ് വീട്ടിലേക്ക് വരുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ പെട്ടെന്ന് അവൈലബിൾ ആണ് ബുക്സ്. അതൊരു ഭയങ്കര പ്രിവിലേജ് ആട്ടോ. അതായത് നമുക്ക് ഇത്രയും ഇമീഡിയറ്റ് സറൗണ്ടിങ്സിൽ ബുക്സ് അവൈലബിൾ ആവാന്ന് പറയുമ്പോൾ ഒരു പ്രിവിലേജ് ആണ്. അപ്പോൾ അങ്ങനെ എനിക്കൊരു വായനാശീലം ചെറുപ്പം തൊട്ട് ഡെവലപ്പായി. ആൻഡ് അതുകൊണ്ടായിരിക്കാം എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു ഇമാജിനേഷനോ സ്കിൽസ് അങ്ങനത്തെ കുറച്ച് എനിക്ക് ഒരു ചെറുതായിട്ട് ഡെവലപ്പ് ആയത് എവിടെയോ വായനാശീലം കൂടെ ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു. ഇപ്പം ഇപ്പൊ ഇറങ്ങുന്ന പുസ്തകങ്ങളുണ്ടല്ലോ, പുതിയ നോവൽസ്, അതൊക്കെ ഇരുന്ന് വായിക്കാറുണ്ടോ, അല്ലെങ്കിൽ തേടിപ്പിടിച്ച് വായിക്കാറുണ്ടോ? ഇപ്പോഴത്തെ ഒരു വായന രീതി? സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എല്ലാം തരം സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. പക്ഷെ ബുക്സിൽ എനിക്ക് ആക്ച്വലി എന്റെ ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ എന്താണ്, എനിക്കൊരു ഇപ്പൊ പുതിയൊരു ഓത്തർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു ബുക്ക് വായിച്ചിട്ട് എനിക്ക് ആക്ച്വലി ഭയങ്കര കണക്ട് ആവുക വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇങ്ങനെ. സോ ഏതെങ്കിലും ഒരു ബുക്ക്, ഇഷ്ടപ്പെട്ട ബുക്ക് റീസെന്റ് വായിച്ചു? കുറേ ബുക്സ് ഉണ്ട്. റീസെന്റ് ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ചിരിക്കരുത്, മഹാഭാരതാണ്. മറ്റേ വിവേക് ദേബ് റോയ് എന്ന് പറഞ്ഞിട്ടൊരു ബംഗാളി റൈറ്റർ ഉണ്ട്. അപ്പൊ ആള് പ്രോപ്പർ മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു 10 ബുക്സിന്റെ വോള്യൂം ആക്കി. ഭയങ്കര ഡീറ്റെയിൽഡാ. ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. സോ അതാണ് എന്റെ കറന്റ് റീഡ്. അത് കുറച്ച് കാലമായിട്ട് അത് വായിച്ചുകൊണ്ടിരിക്കുക, കാരണം അത് കുറച്ച് വലിയ സീരീസാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശരിക്കും നമ്മളിങ്ങനെ ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കും അത്. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.